ഹലോ ഗൈസ്, നമുക്കൊരു ആർട്ട് വർക്ക് ചെയ്തെടുത്താലോ? ഞാനിതൊരു നൊസ്റ്റാൾജിയുടെ പുറത്താണ് മേടിച്ചത്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഒരു ആർട്ട് വർക്ക് ചെയ്താലോ? എനിക്ക് കിട്ടിയിട്ടുണ്ടായത് ഇങ്ങനത്തെ പാക്കേജ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഫ്ലവർ, ലീഫ്, പിന്നെ ഇത് വെച്ചിട്ട് പല ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ആർട്ടുകളും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കമ്മൽ ഉണ്ടാക്കാനാണ്. ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന പശ, പിന്നെ ഒരു ടൂള് കിട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നെ പേപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ നാട്ടിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു കമ്മൽ ഉണ്ടാക്കാം. പേപ്പർ കമ്മൽ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? ഓക്കെ. അപ്പോൾ എൻ്റെ കയ്യിൽ കുളത്തൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് കമ്മലിൻ്റെ കുളത്തിന് ഈ ഒരു കമ്പി എടുക്കാം. പിന്നെ എൻ്റെ കയ്യിൽ ഇതിന് കിട്ടിയിട്ടുണ്ടായ ടൂൾ എടുക്കാം. പിന്നെ പശയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പിന്നെ പേപ്പർ. ഓക്കെ, ഞാൻ 3 പേപ്പറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് കമ്മലിന് എത്ര വലുപ്പം വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് പേപ്പർ എടുക്കാം, കളർ മാറ്റാം. ഞാൻ ഈ ടൂളിൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവരാണ് ചെയ്യുന്നത്. നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭയങ്കരമായിട്ട് മുറുക്കി ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടൂളുമെന്ന് നമ്മൾ ഈ പേപ്പർ എടുക്കുമ്പോൾ നമ്മൾ ട്വിസ്റ്റ് ചെയ്തതൊക്കെ കോളായി പോവും. ഭയങ്കര ടൈറ്റായിട്ട് നിങ്ങൾ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ, അത്യാവശ്യം ടൈറ്റിലും അത്യാവശ്യം ലൂസിലും നമ്മൾ ട്വിസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ വലിക്കുമ്പോൾ ശ്രദ്ധിക്കുക, പേപ്പറാണ് കയറിപ്പോവും. നമ്മൾ നല്ല ശക്തി ഉപയോഗിച്ച് വലിച്ച് ഇങ്ങനെ ആക്കാതിരിക്കുക. നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ചെയ്യാം. ഞാൻ ഇടയ്ക്ക് പശ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പശ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക കേട്ടോ. പിന്നെ ഞാൻ നിങ്ങൾക്ക് വലുപ്പം അനുസരിച്ച് പേപ്പർ എടുക്കാം. കോട്ടയ്ക്ക് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം പേപ്പർ. ഞാൻ 3 പേപ്പർ എടുക്കുന്നുള്ളൂ. പിന്നെ വേറൊരു ഷെയ്ഡ് ഒരു പേപ്പർ കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് എൻ്റെ കയ്യിൽ. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. 3 പേപ്പറും ഇതേപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, ഞാൻ കുളത്ത് മേടിച്ചിട്ടില്ല. നമുക്കത് പിന്നെ ചെയ്ത് ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇടാം കേട്ടോ. നിങ്ങൾക്ക് കുളത്ത് മേടിച്ചാണെങ്കിൽ അങ്ങനെ നല്ല ഇതിലൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ പശാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ നോക്കാം. ഞാൻ ഈ കളറാണ് ലാസ്റ്റ് ചുറ്റി കൊടുക്കുന്നത്. ഞാനിത് ഒരു പേപ്പർ എടുക്കുന്നുള്ളൂ. ടൂള് വെച്ച് ചുറ്റണമെങ്കിൽ അങ്ങനെ ചുറ്റാം, അല്ലാണ്ട് ചുറ്റണമെങ്കിൽ അങ്ങനെ ചുറ്റാം. ഓക്കെ, ഞാൻ ലാസ്റ്റ് എന്തെങ്കിലും 2 കമ്മൽ ഉണ്ടാക്കിയത് കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ ഒരു കമ്മൽ ഉണ്ടാക്കേണ്ടത് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കുക, കമൻറ്റൊക്കെ പറയുക. പിന്നെ അടുത്ത് എന്താ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പറയാം, എന്ത് വീഡിയോസ് ഇടണമെന്നൊക്കെ നിങ്ങൾ പറയാം കേട്ടോ. അപ്പം നമ്മൾ അതിനനുസരിച്ച് നമ്മൾ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇതിൽ പശ തേച്ച് ലാസ്റ്റ് എൻഡിങ് ആവണ്ടോ പശ തേച്ച് എടുക്കാം. എന്നിട്ട് നമുക്ക് കമ്മലിന് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ അത് കൊട്ടേറ്റ് വരും. അല്ലെങ്കിൽ എൻ്റെ ടൂളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങളത് മേടിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്കുള്ള പോലെയാണ് ചെയ്യുന്നത്. ഞാനിങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കൊട്ട ആകൃതിയിലായി വരും. നല്ല കൊട്ട ആയി വരികയാണെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള കൊട്ട ഷേപ്പ് ഉണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് പണിയിലാണ് ഇപ്പോൾ കോട്ടക്കമ്മലിൻ്റെ ഇതും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളെ വർക്ക് കഴിഞ്ഞു കേട്ടോ. ഞാനിതിൽ മറ്റേ കമ്പി കൊണ്ട് ഉണ്ടാക്കണം കാണിക്കുന്നില്ല, പറഞ്ഞുള്ളൂ. ഞാൻ കമ്പി കൊണ്ട് ചെയ്യുന്ന ഈ കമ്പി കൊണ്ട് ചെയ്യുന്ന അത്ര ലുക്കൊന്നും ഉണ്ടാവില്ല ഫോട്ടോയിൽ. അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ കുളത്തൊക്കെ മേടിച്ച് നന്നായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ, പിന്നെ പശ കൈമായതുകൊണ്ടാണ് ഞാനിങ്ങനെ തുടച്ച് കളയുന്നത്. അപ്പോൾ ഇങ്ങനെ പശ ആക്കാതിരിക്കാൻ നോക്കാതൊരു വൃത്തികേടാണ്. ഞാൻ പറഞ്ഞ കമ്പി ഇതാണ്. അതുകൊണ്ട് ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കമ്മൽ കേട്ടോ.
അതുകൊണ്ട് ഞാൻ കമ്പി വളയ്ക്കുന്നതൊന്നും ഇത് കാണിക്കുന്നില്ല. ഇതാണ് നമ്മൾ ലാസ്റ്റ് കമ്മലിൻ്റെ ഫിനിഷിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കമൻറ്റൊക്കെ പറയാം, ലൈക്കൊക്കെ